ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീയാണ്. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഇതിനായി ഞാനിവിടെ 1 കിലോഗ്രാം ചിക്കനും 2.5 ഗ്ലാസ് ജീരകശാല റൈസുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 5 പേർക്ക് കഴിക്കാം. ആദ്യം നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പുതിനയില ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ആക്കി വെക്കാം. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പോർഷൻ, പിന്നെ കുരുമുളക് പൊടി, ചെറുനാരങ്ങ നീര് ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനുള്ള മസാല ഉണ്ടാക്കാം. ഇനി നമുക്ക് കുറച്ച് വലിയ പാനാണ് വേണ്ടത്, കാരണം ഈ പാത്രത്തിലാണ് നമ്മൾ ലാസ്റ്റിൽ ദം ചെയ്യുക. ഞാനിവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള ഒനിയൻ കട്ട് ചെയ്തിട്ടു. നന്നായിട്ട് സോട്ട് ചെയ്യണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. നന്നായിട്ട് വഴറ്റുക. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി അതുകൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം തക്കാളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, പുളിയില്ലാത്ത തൈര്, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ചിക്കനിന് വെള്ളം വരുന്നത് വരെ ഫ്ലെയിം ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു ഗ്രേവി ഉണ്ടാക്കണം. ഫ്രൈഡ് ഒനിയൻ ഉണ്ടാക്കാൻ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഒരു ചീനച്ചട്ടിയിൽ നെയ്യൊഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഹോൾ സ്പൈസസും ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉള്ളി അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് മുമ്പ് തന്നെ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 5.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണ് ഇഷ്ടം. ഇതിലേക്ക് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് അരിയിട്ടു. അരിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക ആദ്യം. അതിനുശേഷം തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പെർഫെക്റ്റ് റൈസായിട്ട് കിട്ടും. റൈസ് നന്നായാലും ബിരിയാണി നന്നാവും. അധികം വെന്തു പോവാനും പാടില്ല, വേവ് കുറയാനും പാടില്ല. റൈസും ചിക്കനും പെർഫെക്റ്റായി കുക്കാകുമ്പോഴാണ് ബിരിയാണീൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവുന്നത്. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഒരു കട്ടിയുള്ള ഗ്രേവി ആയ സമയത്ത് നമുക്കിത് ചെറിയ ബർണറിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ദം ചെയ്യാം. ഇത് റൈസ് ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഫ്രൈഡ് ഒനിയൻ, മല്ലിയില, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. റൈസിൽ കുറച്ച് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ട് ഈ സമയത്ത് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ ലൈം ജ്യൂസിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്താലും മതി. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം മുഴുവൻ റൈസും ഇട്ട് ഏറ്റവും മുകളിൽ നെയ്യൊഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിനിമം 30 മിനിറ്റെങ്കിലും വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ അറിയിക്കൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.